പ്രപഞ്ചം ഒന്നടങ്കം നിലനിർത്തുന്ന ആ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചാൽ ആ നിയമവ്യവസ്ഥ കാലാധിവർത്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അത് പ്രപഞ്ചം എന്ന് ഉത്ഭവിച്ചുവോ ഈ ആവാസ വ്യവസ്ഥ എന്ന് രൂപപ്പെട്ടുവോ അന്നു മുതൽ ഈ പ്രാപഞ്ചിക വ്യവസ്ഥ നിലനിർത്തുന്ന നിയമം ഒന്നാണ്. നമ്മളുടെ കയ്യിലുള്ള ഈ മൊബൈൽ ആപ്പുകൾക്ക് അപ്ഡേഷനുകൾ വരുന്നത് പോലെ ഈ നിയമവ്യവസ്ഥക്ക് പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന നിയമവ്യവസ്ഥക്ക് കൂടെ കൂടെ അപ്ഡേഷനുകൾ വരുന്നില്ല എന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ മൗലികമായ സ്വഭാവമുള്ളതാണ് ആ നിയമവ്യവസ്ഥ. അത് കാലാധിവർത്തിയായി അങ്ങനെ നിലകൊള്ളുകയാണ്. നമ്മുടെ ആധുനികമായ യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു മരം എത്ര വലിയ മരമാണെങ്കിലും ആകാശാന്തരീക്ഷത്തിലേക്ക് തല ഉയർത്തി അമ്പിളിയമ്മാമനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്ന ഒരു വൻ വടവൃക്ഷമാണെങ്കിലും നിമിഷനേരം കൊണ്ട് നമുക്ക് ആ മരം മുറിച്ച് മറിച്ച് പൊടിച്ച് ആ പ്രദേശം തന്നെ ശൂന്യമാക്കാൻ കഴിയും. അതിനു പറ്റിയ യന്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നശീകരണപരമായ വശത്തിൽ മനുഷ്യൻ ഒരുപാട് നേട്ടം കൈവരിച്ചിട്ടുണ്ട് എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അതേസമയം ഒരു മരം നമ്മൾ നട്ടാൽ, ഒരു തെങ്ങിൻ്റെ ഒരു തേങ്ങയുടെ ചെറിയ ഒരു തൈ നിങ്ങൾ വെച്ചാൽ ഈ മരം മുറിക്കുന്ന വേഗതയിൽ അത് വളർത്തുന്ന ഒരു വിദ്യയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല.